ഞാൻ ഉമ്രു വെട്ടിക്കാട്ട്. ഇന്നു മുതൽ ഒരു പുതിയ പരിപാടിയുമായി നിങ്ങളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഖുർആൻ ഒരു വിചാരം എന്നാണ് ആ പരിപാടിയുടെ പേര്, അഥവാ തദബ്ബുറുൽ ഖുർആൻ. എല്ലാ വ്യാഴാഴ്ചകളിലും ഈ പരിപാടി കേൾക്കാൻ കഴിയുന്നതാണ്. ഖുർആനിൽ വിചിന്തനം നടത്തുക തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്തെന്നാൽ ഖുർആൻ ഒരു ദൈവിക കൃതിയല്ലെന്നത് പകൽവെട്ടം പോലെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനിർമ്മിതമായ 1001 രാവുകളും പഞ്ചതന്ത്രവും പോലെ തന്നെ, എന്നാൽ അതിനേക്കാളൊക്കെ താഴ്ന്ന നിലവാരത്തിൽ വിരാജിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ദൈവികതയുടെ പുകമറയ്ക്കുള്ളിൽ സൂക്ഷിക്കപ്പെടുന്നതും വിശ്വാസികൾ സിംഹഭാഗത്തിനും വശമില്ലാത്ത ഭാഷയിലാണെന്നതും ഒരു സംരക്ഷിത വലയം തീർത്തിരിക്കുകയാണ് ഖുർആനിൽ. ആ വലയങ്ങൾ നീക്കി നോക്കിയാലേ ഖുർആനിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒക്കുകയുള്ളൂ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഥവാ ഖുർആനിൽ എന്താ അവർ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് പ്രയോഗതലത്തിൽ കൊണ്ടുവരാത്ത ഒരു ചോദ്യമാണ് ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അതിനെ പ്രയോഗതലത്തിൽ കൊണ്ടുവരികയാണ് ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. ആയതിനാൽ തദബ്ബുറുൽ ഖുർആനിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇന്നത്തെ വിഷയം അൽ ഖത്ലു വൽ ഖിതാലു ഫിൽ ഖുർആൻ, അഥവാ കൊലയും യുദ്ധവും ഖുർആനിൽ എന്നതാണ്. ഖുർആൻ വിശ്വാസികളുടെ ധനവും ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നതാണത്രേ. അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതി കൊല്ലാനും കൊല്ലപ്പെടാനുമാണ് അവരുടെ നിയോഗം എന്ന് ഖുർആനിൽ സൂറത്ത് തൗബ 9-ാം അധ്യായം 111-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. വെറുതെയല്ല അവർ അങ്ങനെ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുന്നുണ്ടെന്നും പ്രസ്തുത സൂക്തത്തിൽ തന്നെ പറയുന്നു. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ എന്നാണ് പ്രസ്തുത വാക്യം പറയുന്നത്. കൊല്ലാനും കൊല്ലപ്പെടുവാനും വിശ്വാസികളുടെ ശരീരത്തെ അള്ളാഹു സ്വർഗം കൊടുക്കാമെന്നതിൻ്റെ പേരിൽ വിലക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ കൊല്ലിനും കൊലക്കും ഖുർആൻ കൊടുക്കുന്ന പ്രാധാന്യം വ്യക്തമാകുന്നുണ്ടല്ലോ. ഇനി അങ്ങനെ കൊല്ലപ്പെട്ടവരോ അവർ മരിച്ചവരുമല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് ജീവനോടെ ഇരിക്കുകയാണത്രേ അവർ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ ഇൻദ റബ്ബിഹിം എന്നാണ് ഖുർആൻ 3:169 പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരാണെന്ന് കരുതിപ്പോകരുത്. അവർ അവരുടെ രക്ഷിതാവിന്റെ അടുത്ത്, അഥവാ അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുകയാണ് എന്നർത്ഥം. അങ്ങനെ മരിച്ചാലും ജീവിച്ചിരിക്കുന്ന ഏകവർഗമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവർ. ഇതിനേക്കാൾ നല്ല ഒരു ഓഫർ മനുഷ്യന് നൽകാനുണ്ടോ വേറെ? കൊല്ലിനും കൊലയ്ക്കും ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രന്ഥത്തെ പറ്റിയാണ് സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും ഉറവകൾ പൊട്ടിയൊലിക്കുന്നതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി ആരൊക്കെയാണ് കൊല്ലേണ്ടത്? ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത്? അതും അർത്ഥശങ്കയ്ക്കില്ലാത്ത രീതിയിൽ ഖുർആൻ പറയുന്നുണ്ട്. 4:89 എന്താണ് പറയുന്നതെന്ന് നോക്കാം. വദ്ദു ലൗ തക്ഫുറൂന കമാ കഫറു ഫതകൂനൂന സവാഅൻ ഫലാ തത്തഖിദൂ മിൻഹും ഔലിയാ ഹത്താ യുഹാജിറൂ ഫീ സബീലില്ലാഹ് വഇൻ തവല്ലൂ ഫഖുദൂഹും വഖ്തുലൂഹും ഹൈസു വജദ്തുമൂഹും വലാ തത്തഖിദൂ മിൻഹും വലിയ്യൻ വലാ നസീറ. നിങ്ങളും അവരെ പോലെ കാഫിറുകളാകാൻ അല്ലെങ്കിൽ അവിശ്വാസികളാകാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളും അവരും ഒരുപോലെയാകും. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം പരിത്യജിക്കും വരെ
അവരെ നിങ്ങൾ ഇഷ്ടക്കാരായി തിരഞ്ഞെടുക്കരുത്. അവർ പിന്തിരിയുന്ന പക്ഷം അവരെ പിടികൂടുക, കണ്ടിടത്ത് വെച്ച് വധിക്കുക. അവരിൽ നിന്നും സഹായികളെയോ കൂട്ടുകാരെയോ നിങ്ങൾ എടുക്കരുത്. കാഫിറുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. കാഫിറുകൾ എന്നാൽ മുസ്ലിങ്ങളല്ലാത്തവർ, അഥവാ അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കാത്തവർ. അവർ ഇസ്ലാമിലേക്ക് വരാതെ പിന്തിരിയുന്ന പക്ഷം അവരെ പിടികൂടാനും കൊന്നുകളയാനുമാണ് പറയുന്നത്. യുദ്ധത്തിലെ കൊലയെപ്പറ്റിയല്ല ഖുർആൻ ഈ പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ. മുസ്ലിങ്ങളും അവരെ പോലെ കാഫിറുകളാകാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷം കാഫിറുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിനു വേണ്ടി അഥവാ ഇസ്ലാമിനു വേണ്ടി പരിത്യാഗം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾ വെടിഞ്ഞ് ഇസ്ലാമിനെ പുൽകുന്നവരാവുകയാണെങ്കിൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് അവരോട് കൂട്ടുകൂടാം. അല്ലാത്ത പക്ഷം കൊന്നുകളയണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും യുദ്ധസന്ദർഭവുമായി പ്രസ്തുത വാക്യത്തിന് ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാവുന്നു. ഇതുപോലെ 9-ാം അധ്യായം അത്തൗബയിലെ 5-ാം വചനം വളരെ കുപ്രസിദ്ധമാണ്. ആയത്തു സൈഫ് അഥവാ ഖഡ്ഗ സൂക്തമെന്ന് പേര് വിളിക്കുന്ന പ്രസ്തുത സൂക്തം ഖുർആനിലെ സമാധാനവും സഹിഷ്ണുതയും വിളംബരം ചെയ്യുന്ന 125-ലേറെ സൂക്തങ്ങൾ നിർവീര്യമാക്കിയ ഏക സൂക്തമാണത്രേ. ഫൈദൻ സലഹൽ അഷ്ഹുറുൽ ഹുറും ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസ് വജത്തുമൂഹും എന്നാണ് ആ സൂക്തം പറയുന്നത്. അതായത് ആദരണീയ മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ കൊന്നുകളയുക, അവരെ കണ്ടെടുത്ത് വെച്ച് എന്നാണ് പ്രസ്തുത സൂക്തം പറയുന്നത്. ആദരണീയ മാസങ്ങൾ എന്നാൽ അറബികൾ യുദ്ധം നിഷിദ്ധമാക്കി വെച്ചിരുന്ന 4 മാസങ്ങളാണ്. മുശ്രിക്കുകൾ എന്നാൽ ബഹുദൈവ ആരാധകർ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ്. അപ്പോൾ പ്രസ്തുത മാസങ്ങൾ കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് സർവ്വ ബഹുദൈവ ആരാധകരെയും കൊല്ലണമെന്നാണ് ആഹ്വാനം. ഇവിടെ പ്രതിരോധത്തിനായുള്ള യുദ്ധമല്ല, ഏകപക്ഷീയമായി യുദ്ധം ചെയ്ത് മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളെ കൊന്നുകളയാനാണ് പറയുന്നത്. ഇനി യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന വചനം നോക്കാം. യാ അയ്യുഹൻ നബിയു ഹർറിദിൽ മുഅ്മിനീന അലൽ ഖിതാൽ. 4-ാം അധ്യായം 64-ാം വചനമാണിത്. ഈ വചനം പറയുന്നത് എന്തെന്നാൽ, ഓ പ്രവാചക, വിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കൂ എന്നാണ്. പ്രതിരോധമായിരുന്നില്ല ഒരു യുദ്ധത്തിൻ്റെയും ലക്ഷ്യം. പക്ഷേ മറിച്ച് യുദ്ധങ്ങളുടെ എല്ലാം ലക്ഷ്യം ഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ് എന്നതായിരുന്നു. ബിംബാരാധകൾ അവസാനിച്ച് മതം മുഴുക്കെ അള്ളാഹുവിനായി തീരും വരെ അവരോട് യുദ്ധം ചെയ്യുക എന്ന 8:39 ഈ ആഹ്വാനത്തിന് ഒരു വ്യാഖ്യാനം, ഒരു അടിക്കുറിപ്പ് വേണമെന്ന് തോന്നുന്നില്ല. യുദ്ധത്തിന്റെ ലക്ഷ്യമാണ് പ്രസ്തുത സൂക്തത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഖുർആൻ എത്ര കണ്ട് യുദ്ധത്തെയും കൊലയെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏതാനും തെളിവുകളാണ് ഖുർആനിൽ നിന്ന് തന്നെ ഇവിടെ നിരത്തപ്പെട്ടത്. ഇതുവരെ എന്നെ ശ്രവിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വേറെ ഒരു വിഷയവുമായി വീണ്ടും എന്നെ കേൾക്കാം.